ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് കാണാനൊക്കെ രസമാണെങ്കിലും ചിലപ്പോൾ കുരുക്കിൽ പെട്ടാൽ അതൊരു വലിയ കുരുക്കാണ്. അപ്പോൾ ആ കുരുക്ക് മാറാൻ ഒരു വഴി വരുന്നു എന്നതാണ് ഈ ദിവസത്തെ ഒരു സന്തോഷമുള്ളൊരു വാർത്ത. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് താമരശ്ശേരി ചുരത്തിൽ ഒരു റോപ്പ് വേ വരാൻ പോകുന്നു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാൻ KSIDCക്ക് സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു. 100 കോടി രൂപ ചെലവിലാണ് അടിവാരം മുതൽ ലക്കിടി വരെ റോപ്പ് വേ പദ്ധതി നടപ്പാക്കുക. അടിവാരം മുതൽ ലക്കിടി വരെ 3.67 കിലോമീറ്റർ ദൂരത്തിലാണ് റോപ്പ് വേ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ട്രാഫിക് ബ്ലോക്ക് ഭയക്കാതെ താമരശ്ശേരി ചുരത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും. വെസ്റ്റേൺ ഗാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 2023 റോപ്പ് വേ പദ്ധതി നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. 2024 ജൂണിൽ ചീഫ് സെക്രട്ടറി തലത്തിൽ നടന്ന ചർച്ചയിൽ പദ്ധതിയുടെ ലോവർ ടെർമിനലിന് ആവശ്യമായ 1 ഏക്കർ ഭൂമി കൈമാറാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് PPP മാതൃകയിൽ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ KSIDCക്ക് അനുമതി നൽകിയത്. നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സാങ്കേതിക അനുമതി പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട്. അടിവാരത്തിനും ലക്കിടിക്കും ഇടയിൽ ചുരത്തിൽ ഏകദേശം 40 ടവറുകളിലായി 2 ഹെക്ടർ വനഭൂമിക്ക് മുകളിലൂടെയാകും റോപ്പ് വേ കടന്നുപോവുക. നിലവിൽ ഇതുവഴിയുള്ള യാത്രയ്ക്ക് കുറഞ്ഞത് 40 മിനിറ്റ് വേണം. റോപ്പ് വേ യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു വശത്തേക്ക് കാഴ്ചകൾ കണ്ട് യാത്ര പൂർത്തിയാക്കാൻ 15 മിനിറ്റ് മതിയാകും. 6 പേർക്ക് യാത്ര ചെയ്യാനാകുന്ന AC കേബിൾ കാറുകളാണ് റോപ്പ് വേയിൽ ഉണ്ടാവുക. മണിക്കൂറിൽ 400 പേർക്ക് യാത്ര ചെയ്യാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ബത്തേരിയിൽ നിന്ന് ലക്കിടി വരെയും കോഴിക്കോട് നിന്ന് അടിവാരം വരെയും പ്രത്യേക ബസ് സർവീസുകളും ഏർപ്പെടുത്താനും അടിവാരം ലക്കിടി ടെർമിനലുകളോടനുബന്ധിച്ച് പാർക്ക്, സ്റ്റാർ ഹോട്ടൽ, കഫറ്റീരിയ, ആംഫി തിയേറ്റർ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കാൻ തീരുമാനമായിട്ടുണ്ട്. അടിവാരം നൂറാന്തോട് താളിപ്പുഴ റോഡ് കൂടി യാഥാർത്ഥ്യമായാൽ ചുരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. സാരംഗ് സുധാകരൻ, News 18, വയനാട്.